السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها بالغدو والآصال. رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار. ليجزيهم الله أحسن ما عملوا ويزيدهم من فضله، والله يرزق من يشاء بغير حساب. والذين كفروا أعمالهم يَسْرَابٍ بِقِيعَةٍ يَحْسَبُهُ الظَّمْآنُ ماءً حتى إذا جاءه لم يجده شيئا ووجد الله عنده فوفاه حسابه، والله سريع الحساب. أو كظلمات في بحر لجي يغشاه موج من فوقه موج من فوقه سحاب. ظلمات بعضها فوق بعض إذا أخرج يده لم يكد يراها، ومن لم يجعل الله له نورا فما له من نور. ألم تر أن الله يسبح له من في السماوات والأرض والطير صافات كل قد علم صلاته وتسبيحه، والله عليم بما يفعلون. صدق الله مولانا العظيم.
وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. واعلموا أمة سيدنا ومولانا محمد فراش للرجل وفراش للمرأة وفراش للضيف والرابع للشيطان. محمد رسول الله സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ വേദിയിൽ ഒരൽപ്പം വൈകിയാണെങ്കിലും ഇന്നും നമുക്ക് പങ്കെടുക്കാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്. നോമ്പായതുകൊണ്ട് സദസ്സിലേക്ക് എത്തിപ്പെടാൻ വൈകുമെന്ന് കരുതിയതാണ്. ഇന്നലെ ആ കാര്യം ഉണർത്തണമെന്ന് കരുതി വിട്ടുപോയതാണ്. ഒരമണിക്കൂർ ലേറ്റായി തുടങ്ങാമെന്ന് പറയണം എന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ ഞാൻ വിചാരിച്ചതിലേറെ സജീവമാണ് നിങ്ങൾ. കാരണം ഞാൻ വൈകിയാലും നിങ്ങൾ വൈകിയിട്ടില്ല. സദസ്സ് നേരത്തെ തന്നെ എല്ലാവരും നോമ്പ് തുറന്ന് എത്രയും പെട്ടെന്ന് എത്തി സദസ്സ് ഫില്ല് ചെയ്തിട്ടുണ്ട് എന്നത് വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ്. അൽഹംദുലില്ലാഹ്. ഈ പ്രഭാഷണ പരമ്പര നമ്മളെ ആനന്ദിപ്പിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ കലാമുകൾ നമ്മെ ചിന്തിപ്പിക്കുന്നുണ്ട് എന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇതെല്ലാം. ഇൻഷാ അല്ലാഹ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഇന്നലെ എത്തി നിൽക്കുന്ന ഭാഗം തൊട്ടിങ്ങ് തുടങ്ങുകയാണ്. ഇന്നലത്തെ വിഷയം പറഞ്ഞു പൂർത്തിയാക്കിയിട്ടില്ല. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹ ഇസ്മുഹു എന്ന് പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബ് തുടങ്ങുന്നത് എല്ലാ വീടുകളിലും ഈമാനിന്റെ വെളിച്ചം നിലനിൽക്കണം എന്ന സത്യമാണ്. ആ ആയത്തിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിച്ചതെന്ന് ഇന്നലെ പറഞ്ഞു. ഫീ ബുയൂത്തിൻ എന്ന് പറഞ്ഞാൽ പള്ളികളിൽ മാത്രമല്ല, സർവ്വ വീടുകളിലും വിശ്വാസികൾ എവിടെയൊക്കെ ഉണ്ടോ അത് ഒന്നും കൂടെ കയറി പറയുന്നു ഞാൻ. സ്വന്തം വീടെന്ന് വേണ്ട, ഒരു വിശ്വാസി വാടകക്കെടുത്ത് താമസിക്കുന്ന വീട്ടിൽ പോലും അവൻ്റെതായ ചില വെളിച്ചങ്ങൾ അവിടെ കാണാൻ കഴിയും. ആ ഈമാനിന്റെ വെളിച്ചം അവിടെ പ്രകടമാകുമെന്ന് പറഞ്ഞത് അവൻ വാടകക്ക് താമസിക്കുന്ന ഒരു വീട്ടില് ഒരു റൂമിൽ കയറിയിട്ട് ഇതാരുടെ റൂമാണെന്ന് ചോദിച്ചാൽ ഇതൊരു മാപ്പിള താമസിക്കുന്ന വീടാണോ റൂമാണോ അതിലേക്ക് നോക്കിയിട്ട് തീരുമാനിക്കാൻ കഴിയും. കാരണം അയാൾ താമസിക്കുന്ന വീട്ടിൽ ഒരു ഖുർആൻ ഉണ്ടാകും. അത് ഇനി വാടക വീട്ടിലാണെങ്കിലും ശരി, ഒരു ഖുർആൻ അയാളുടെ കൂടെ ഉണ്ടാകും. കാരണം അയാൾ ഖുർആൻ ഓതാത്ത ദിവസമല്ല. എന്നല്ല, അയാളുടെ വസ്ത്രങ്ങളും അയാളുടെ പാത്രങ്ങളും അയാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുമൊക്കെ കണ്ടാൽ അവിടെയൊക്കെ ആ ഈമാനിന്റെ ഒരു പ്രകാശം ഇങ്ങനെ തെളിഞ്ഞു കണ്ടുകൊണ്ടിരിക്കും എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞത് എല്ലാ വീടുകൾക്കും ഇത് ബാധകമാണ്. എല്ലാ വീടുകളിലും ഈ വെളിച്ചം നിലനിൽക്കണോ, ആ വീടുകളിലൊക്കെ തെളിഞ്ഞു കാണുന്ന വിളക്കുമാടങ്ങളാണ് വിശ്വാസികൾ എന്ന് പറഞ്ഞു. ഇന്നലെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മനുഷ്യൻ അള്ളാഹു സ്വമേധയാ നൽകിയിട്ടുള്ള ആ വിശേഷ ബുദ്ധിയെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ആ എണ്ണ എന്ന് വിശേഷിപ്പിച്ചത്.
അതിൽ തീ കൊളുത്തിയില്ലെങ്കിലും അത് പ്രകാശിക്കുമെന്ന് പറഞ്ഞു. അതാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരിൽ പലരും അഭിപ്രായപ്പെട്ടതായിട്ട് കാണാം. യഹ്യ ഇബ്നു സലാം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഖൽബുൽ മുഅ്മിനി യഅരിഫുൽ ഹഖ്ഖ ഖബ്ല അൻ യുബയ്യന ലഹു. സത്യം എന്താണെന്ന് വിശദീകരിച്ചു കൊടുക്കുന്നതിന്റെ മുമ്പ് തന്നെ സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കും. അത് അവന്റെ ആ തിരിച്ചറിവാണ് ആ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. വിശ്വാസിയുടെ ഹൃദയത്തിന്റെ ഒരു സ്വഭാവമാണത്. ആ സത്യത്തെ നേരത്തെ അറിഞ്ഞുകൊണ്ടിരിക്കും എന്താണ് സത്യം. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ ഒരു കാര്യം പറയുമ്പോ അത് ഒരിക്കലും പിഴക്കില്ല. കാരണം അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടിയായിരിക്കും അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് പ്രമാണങ്ങൾ കേട്ടിട്ടില്ലെങ്കിലും പ്രമാണങ്ങൾ അവരറിഞ്ഞിട്ടില്ലെങ്കിലും അവര് പറയുന്നത് സത്യമായിരിക്കും. അതുകൊണ്ടാണ് പഴയകാല ആലിമീങ്ങൾക്കും പഴയകാല മഹാന്മാർക്കുമൊക്കെ ഇത്തരം സ്വഭാവമുണ്ടായിരുന്നു. ചില കാര്യങ്ങൾ അവരങ്ങ് പറഞ്ഞാൽ പിന്നെ അവർ കിതാബുകൾ പരതി അന്വേഷിക്കുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടെത്തുന്ന സ്വഭാവം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖൂ ഫിറാസത്തിൽ മുഅ്മിനി. മുഅ്മിനിന്റെ മുഖലക്ഷണത്തെ നിങ്ങൾ സൂക്ഷിക്കണം. മൂമിന് ചില മുഖലക്ഷണം പറയാറുണ്ട്. മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇയാള് ഉണ്ടോ, ഈ കുട്ടി ശരിയല്ല എന്ന് ചെറുപ്പത്തിൽ തന്നെ എത്ര ഉസ്താദുമാര് പല കുട്ടികളെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടികളൊക്കെ വളഞ്ഞിട്ടേ ഉള്ളൂ. ഇത്തഖൂ ഫിറാസത്തൽ മുഅ്മിനി. വിശ്വാസിയുടെ മുഖലക്ഷണത്തെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ഉസ്താദ് ഒരു കുട്ടിയെ കുറിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് കുട്ടി ശരിയല്ലല്ലോ എന്ന് അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിൽ ആ അഭിപ്രായപ്പെടുന്നത് ആ വിശ്വാസി ചിന്തിക്കുന്നതും നോക്കുന്നതുമൊക്കെ നബിതങ്ങൾ പറഞ്ഞു ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേക ഒരു പ്രകാശം കൊണ്ടാണ് ആ മുഅ്മിൻ എപ്പോഴും നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ നോക്കിയിട്ടൊരു കാര്യമങ്ങ് പറഞ്ഞാൽ അത് അങ്ങനെയാ സംഭവിക്കുക. ബഹുമാനപ്പെട്ട ഖിളിർ നബി അലൈഹിസ്സലാം നമുക്കൊരു പാഠമാണ്. അൽ കഹ്ഫ് സൂറയിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ, ഖിളിർ നബി അലൈഹിസ്സലാം ആ കുട്ടിയെ പിടിച്ചു കൊന്ന കഥ. ഞാൻ അതിലേക്ക് വരുന്നില്ല. കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് കുഫ്രിയത്ത് വായിച്ചെടുക്കുന്നു ബഹുമാനപ്പെട്ട ഖിളിർ നബി അലൈഹിസ്സലാം. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളുമായി ബന്ധപ്പെട്ട വീടുകളിൽ മുഴുവനും ഈമാനിന്റെ വെളിച്ചം നിലനിർത്താൻ വേണ്ടി നാം ശ്രമിക്കണം. ഓരോരുത്തർക്കും അള്ളാഹുവിന്റെ നൂറ് കൊണ്ട് നോക്കാനും കാണാനും ഒക്കെ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കണം. അതിനുവേണ്ടി പരിശ്രമിക്കണമെന്നാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്. പിന്നീട് ആ വീടുകളിൽ ഇസ്ലാമിക സാഹചര്യം നിങ്ങളുടെ വീടുകളിൽ കെട്ടിപ്പടുക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു. നിങ്ങൾ മാത്രം നന്നായിട്ട് കാര്യമില്ല. എവിടെയാ നമ്മുടെ വീട്ടിൽ വെളിച്ചമുണ്ടെന്ന് എങ്ങനെയാ നമുക്ക് പറയാൻ പറ്റുക? നമ്മൾ സുബഹിയുടെ ബാങ്ക് കൊടുത്താൽ എഴുന്നേൽക്കുന്നുണ്ട്, എണീക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്. പക്ഷേ തൊട്ടടുത്തുള്ള മകൻ എഴുന്നേൽക്കുന്നില്ല, നിസ്കരിക്കുന്നില്ല. ആ മകനെയും മരുമകളെയും വിളിക്കാനുള്ള വോയിസും നമുക്കില്ലാതെ പോയി. ഇത് വാപ്പമാരുടെ പരാജയമാണ്. ഇത്തരം വീടുകളിൽ വെളിച്ചമുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അല്ലാഹു നൂറു സമാവാതി വൽ അർളി മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് എന്ന് പറഞ്ഞ ആ നൂറുൻ അലാ നൂർ എന്ന് പറഞ്ഞ പ്രകാശത്തിനുമേൽ പ്രകാശം, ഡബിൾ പ്രകാശം കത്തിച്ചൊലിക്കുന്ന വീടുകളല്ല നമ്മുടെ വീടുകൾ. രാവിലെ വാപ്പ എഴുന്നേറ്റ് നിസ്കരിക്കുന്നുണ്ട്, ഉമ്മ എഴുന്നേറ്റ് നിസ്കരിക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്. പക്ഷേ മകൻ സുബഹ് ഖളാ ആക്കി കിടന്നുറങ്ങുക. അവൻ എഴുന്നേറ്റിട്ടില്ല. 25 വയസ്സുള്ള മകനാണ്, അല്ലെങ്കിൽ 30 വയസ്സുള്ള 40 വയസ്സുള്ള മകനും ഭാര്യയുമാണ് കിടന്നുറങ്ങുന്നത്. അവരെ വിളിക്കാൻ പോലും വാപ്പക്ക് തോന്നുന്നില്ല. എന്താ കാരണം? വാപ്പക്ക് ഇനി കുറച്ചൊക്കെ തക്കുവയുണ്ടെങ്കിൽ പറഞ്ഞാൽ കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്, പക്ഷെ പറയാൻ ധൈര്യമില്ല. കാരണോ മകൻ മൂക്കിൽ വലിച്ചു കളയും, അതാ പേടി. മകൻ തന്നെ മൂക്കിൽ വലിച്ചു കളയോ എന്നുള്ള പേടിയാണ് യഥാർത്ഥത്തിൽ വാപ്പക്ക്. അതിനൊരു പ്രധാന കാരണം എന്താണ്? മകന്റെ മണിപ്പേഴ്സിൽ നിന്നാണ് വീട്ടിലെ ചെലവ് നടക്കുന്നത്. ഇതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഖിളിർ നബി അലൈഹിസ്സലാം അന്ന് മൂസാ നബി അലൈഹിസ്സലാമിനോട് പിന്നീട് ന്യായങ്ങൾ ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ പറഞ്ഞില്ലേ, വഅമ്മൽ ഗുലാമു ഫകാന അബവാഹു മുഅ്മിനൈനി ഫഖശീനാ അൻ യുർഹിഖഹുമാ തുഗ്യാനം വകുഫ്റാ.
ഞാൻ കൊന്നുകളഞ്ഞ ആ കുട്ടിയെ നിങ്ങൾ കുറച്ച് ഗൗരവത്തിലാണല്ലോ ആ വിഷയത്തിൽ ഇടപെട്ടത്, എന്തിന് ഞാൻ കൊന്നുകളഞ്ഞു? ആ ഖതൽത നഫ്സൻ സക്കിയ്യ എന്ന് ചോദിച്ചിട്ട് പരിശുദ്ധമായ ഒരു കുഞ്ഞിനെ, പാപ്പക്കറ എന്താണെന്ന് തൊട്ടു തീണ്ടാത്ത ഒരു കുഞ്ഞിനെ നിങ്ങൾ കൊന്നുകളയേ? കുറച്ച് ഗൗരവത്തിലാണ് നിങ്ങൾ ചോദിച്ചത്. ശരി തന്നെയാണ്, ഗൗരവത്തിലാണ് നിങ്ങൾ ചോദിച്ചത് എന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട ഖിദർ നബി അലൈഹിസ്സലാം പറയുന്നു, ഞാൻ ആ കുട്ടിയെ കൊല്ലാൻ കാരണം എന്താണെന്നറിയോ? ഞാൻ ആ കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് എന്റെ കശ്ഫിന്റെ കണ്ണുകൊണ്ട് ഞാൻ വായിച്ചു. എന്താ കുഴപ്പോ? ആ കുട്ടിയുടെ വാപ്പയും ഉമ്മയും നല്ല രണ്ട് മനുഷ്യന്മാരാണ്, നല്ല തഖ്വയുള്ള വാപ്പയും ഉമ്മയുമാണ്, നല്ല മതചിട്ടയുള്ളവരാണ്. പക്ഷേ ഈ കുട്ടി ഇപ്പോൾ ചെറിയ പയ്യനാണ്, ഒരു അപകടവുമില്ല. പക്ഷേ ഇവൻ ഇങ്ങനെ അങ്ങോട്ട് വളർന്ന് വലുതായി ഇവന്റെ മണിപ്പഴിസിൽ നിന്ന് വീട്ടിലെ ചെലവ് നടക്കാൻ തുടങ്ങുമ്പോൾ, ഇവന്റെ മണിപ്പഴിസിൽ നിന്ന് വീട്ടിലെ ചെലവ് നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോ ഈ വാപ്പന്റെ ആദർശത്തിൽ അയവ് കുടുങ്ങും. ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഏത് മക്കള് തലതിരിഞ്ഞു പോയാൽ വാപ്പമാർക്ക് പഴയ സ്ട്രോങ് ഇല്ലാതെ ആവാറുണ്ട്. അതിന് കാരണം എന്താണെന്ന് ഇമാം റാസി ആയത്ത് വിശദീകരിച്ചിട്ട് പറയുന്നു. ഇതാണ് അതിന്റെ കാരണം. മക്കള് തലതിരിയുമ്പോ വാപ്പാർക്ക് പഴയ സ്ട്രോങ് കുറഞ്ഞു പോകാറുണ്ട്. അതിന് കാരണം എന്താന്ന് ചോദിച്ചപ്പോ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്ന, മക്കളോടുള്ള വാത്സല്യം കൊണ്ട് മാതാപിതാക്കൾക്ക് പറയാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ വീട്ടിലെ ചെലവ് നടത്തുന്നത് മക്കളാണ്, അതിന്റെ പേരിൽ വാപ്പക്ക് പറയാൻ ധൈര്യമില്ല. അപ്പൊ പഴയ കാലത്ത് ഇത്തരം ചീഞ്ഞ സംസ്കാരങ്ങളെ വിമർശിച്ചിരുന്ന ഉപ്പക്ക് തന്നെ ചെറിയ അയവ് കുടുങ്ങി. അത് കാര്യം കുറച്ചൊക്കെ ഓല് പറയുന്നു ശരിയാട്ടോ. മൂപ്പര് പെട്ടെന്നൊരു മാറ്റം, ഇതുവരെ പറഞ്ഞതിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റം. അവര് പറഞ്ഞതും ശരി തന്നെയാണ് കേട്ടോ, അവർ പറയുന്നതും ശരി തന്നെയാണ് എന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ട് എത്തുകയാണ്. എന്നാലും വാപ്പ പഴയ ആദർശത്തിലും വിശ്വാസത്തിലും ഒക്കെ തന്നെയാണ്. നോക്ക് നിങ്ങൾ, ഖിദർ നബി അലൈഹിസ്സലാം പറഞ്ഞു, അവന്റെ മാതാപിതാക്കൾ നല്ല മാതാപിതാക്കളാണ്. ഇവൻ ഇങ്ങനെ വളർന്ന് വലുതായി ഇവന്റെ മണിപ്പേഴ്സിൽ നിന്ന് വീട്ടിലെ ചെലവ് നടക്കാൻ തുടങ്ങിയാൽ فخشينا أن يرهقهما طغيانا وكفرا. ആ വാപ്പനെയും ഉമ്മനെയും ഈ കുഞ്ഞ് വഴികേടിനും അതുപോലെ തന്നെ സത്യനിഷേധത്തിനും നിർബന്ധിക്കുമോ എന്ന് നമ്മൾ ഭയപ്പെട്ടു. ഖിദർ നബി പറയാ, ഞാനാണ്ട് പേടിച്ചു ആ കുട്ടിനെ കണ്ടപ്പോ. ഈ കുട്ടി ഇങ്ങനെ അങ്ങോട്ട് വലുതായി വന്നിട്ടുണ്ട്, ഈ കുട്ടി ശരിയല്ല ആള്. ഇവൻ ഇങ്ങനെ അങ്ങോട്ട് വലുതായി വന്നിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ വലിയ ഫിത്നയായി മാറും. ഇതൊരു മിനി ദജ്ജാലാണ്. ഇത് വളർന്നു വന്നാൽ വീട്ടിൽ ഭയങ്കര കുഴപ്പമായിരിക്കും. ആ വാപ്പന്റെ ഉമ്മന്റെ ഒക്കെ ഈമാൻ തകർന്നു പോവല്ലോ ഇവനെ കൊണ്ട് എന്ന ഒരു ഭയം എനിക്ക് വന്നു. ആ ഭയം വന്നപ്പോ ഞാൻ എന്ത് ചെയ്തു? ഫഅറദ്ന. അപ്പൊ നമ്മളങ്ങ് ഉദ്ദേശിച്ചു. ഖിദർ നബി പറയാൻ, ഇത് കേൾക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും എന്റെ ശബ്ദം കേൾക്കുന്നവർ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്നവരൊരു പക്ഷേ കൂട്ടത്തിലുണ്ടാകും. എന്ത്? നമ്മൾ ഭയപ്പെട്ടു എന്ന് ഖിദർ നബി അലൈഹി ഇസ്ലാം പറയാൻ. ഭയപ്പെടാൻ ഖിദർ നബി അലൈഹി ഇസ്ലാമിന് വേണമെങ്കിൽ ഒരു ചെറിയ അനുവാദം കൊടുക്കാം. പക്ഷേ ഭയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഖിദർ നബി പറയാണ്, ഫഅറദ്ന. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു, അൻ യുബ്ദിലഹുമാ റബ്ബുഹുമാ ഖൈറൻ മിൻഹു സകാതൻ വഅഖറബ റഹ്മ. ആ വാപ്പക്കും ഉമ്മക്കും അല്ലാഹു ഇതിലേറെ പരിശുദ്ധമായ ഒരു കുഞ്ഞിനെയും സ്നേഹബന്ധമുള്ള ഒരു കുഞ്ഞിനെയും അല്ലാഹു പകരം കൊടുത്തോട്ടെ എന്ന് നമ്മൾ തീരുമാനിച്ചു. അത് ഖിദർ നബി തീരുമാനിക്കാൻ ആരാ? ഔലിയാക്കളുടെ വിരോധികൾ അങ്ങനെ ചോദിക്കും. അതെങ്ങനെ ഖിദർ നബി തീരുമാനിക്കുക പടച്ചോൻ കൊടുക്കാൻ? ഫഅറദ്ന അൻ യുബ്ദിലഹുമാ റബ്ബുഹുമാ. അവരുടെ റബ്ബ് അവർക്ക് പകരം കൊടുത്തോട്ടെ എന്ന് നമ്മൾ ഉദ്ദേശിച്ചു എന്ന് ഖിദർ നബി അലൈഹി സ്വലാം പറയാണ്. അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അവിടെയാണ് ചിന്തിക്കേണ്ടത്. മക്കാ മുശ്രിക്കുകൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഏത്? ഈ ബഹുദൈവ ആരാധകർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ബിംബങ്ങൾ പടച്ചോൻ അങ്ങനെ കണ്ണുരുട്ടി പേടിപ്പിച്ചിട്ട് ഇവരെ ആരാധിക്കുന്ന ആളുകൾക്ക് ശുപാർശ ചെയ്യുന്നു, കാര്യങ്ങൾ നേടിക്കൊടുക്കുന്നു. അതേ പരിപാടിയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാറുണ്ട്. അവർ മനസ്സിലാക്കണം എന്താണ് വിശുദ്ധ ഖുർആൻ ഈ പറയുന്നത്, ശരിക്കും ശ്രദ്ധിക്കണം. ഖിദർ നബി അലൈഹി സ്വലാം പറയാണ്, നമ്മൾ തീരുമാനിച്ചു പടച്ചോൻ കൊടുത്തോട്ടെ എന്ന്. CM വലിയുള്ളാഹിയുടെ അടുത്ത് എന്ന് പല രോഗങ്ങളും പറയുമ്പോൾ പറയാറുണ്ടായിരുന്നു, ആ രോഗം ഇനി നിനക്ക് വേണ്ടാന്ന്. കാരണം അള്ളാഹു ആ രോഗം സുഖപ്പെടുത്തട്ടെ എന്ന് CM വലിയുള്ളാഹി അങ്ങ് തീരുമാനിക്കാണ്. CM വലിയുള്ളാഹി അത് തീരുമാനിക്കാൻ ആരാന്ന് ചോദിച്ചാൽ അത് ഖുർആൻ മനസ്സിലാകാത്തത് കൊണ്ടാണ്. അള്ളാഹുവുമായി അടുത്ത ആളുകൾക്ക് പിന്നെ എന്താ മക്കാ മുശ്രിക്കുകൾ അതുപോലെ തന്നെയല്ലേ ഇത് എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. അതും ഇതും രാവും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഒരിക്കലും നമ്മൾ വിശ്വസിക്കുന്നില്ല മുഹമ്മദുർ റസൂലുള്ളാഹി അടക്കം
കണ്ണുരുട്ടി പടച്ചോനെ പേടിപ്പിക്കുമെന്ന ഒരു വിശ്വാസം ഇവിടെ ഇരിക്കുന്ന ഒരു സാധാരണക്കാരനായ ഒരു സുന്നത്തിയമാഴത്തിന്റെ അനുഭാവിയുടെ മനസ്സിൽ പോലും ഉണ്ടാവില്ല. ഞാൻ അങ്ങനെയാ മനസ്സിലാക്കുന്നത്. പിന്നെന്താ, അള്ളാഹുവിന് മുഹമ്മദ് റസൂലുള്ളാഹിയോട് വലിയ ഇഷ്ടാണ്, മുഹമ്മദ് റസൂലുള്ളാഹിക്ക് അള്ളാഹുവിനോട് ഇഷ്ടാണ്. അപ്പൊ ആ ഇഷ്ടം ഉണ്ടായതുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി താല്പര്യപ്പെടുന്നത് അള്ളാഹു നടത്തി കൊടുക്കുന്നു. അമ്പിയാക്കള് ഔലിയാക്കള് അവർ ഇഷ്ടപ്പെടുന്നത് അവരോടുള്ള ഇഷ്ടം കൊണ്ട് അള്ളാഹു നിവർത്തി കൊടുക്കുന്നു. ഇതാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ റസൂലുള്ളയും പറഞ്ഞത്, റുബ്ബ റജുലിൻ അസ്അസ വ അഗ്ബർ. എത്രയെത്ര മനുഷ്യന്മാരുണ്ട് മുടിയും താടിയുമൊക്കെ അലക്ഷ്യമായി പാറിപ്പറന്ന് കിടക്കുകയാണ്. അതൊന്നും ശരിക്ക് സീകി ചിട്ടപ്പെടുത്തിയിട്ടില്ല. വാഗ്ബറ, ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ പൊടിപടലങ്ങൾ പറ്റിക്കരിയുകയാണ്. കണ്ടാൽ ആരും 5 കാശിനും മതിക്കില്ല. അങ്ങനെയുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗം ദുന്യാവുമായിട്ടങ്ങ് ബന്ധം വിട്ടിരിക്കുന്നു. മദ്ഫൂഇൻ ബിൽ അബ്വാബ്, അവരേതെങ്കിലും ആദരിക്കപ്പെടുന്നവരുടെ മാന്യന്മാരുടെയൊക്കെ വാതിലുകളിലേക്ക് അവർ കയറി ചെല്ലുകയാണെങ്കിൽ അവിടെ നിന്ന് അവരെ ആട്ടിയോടിക്കുന്നതാണ്. മദ്ഫൂഇൻ ബിൽ അബ്വാബ്, ആ വാതിലുകളിൽ അവർ ആട്ടിയോടിക്കപ്പെടും. ഇങ്ങനെയുള്ള എല്ലാവരാലും അവഗണിക്കപ്പെടുന്ന അള്ളാഹുവുമായി അടുത്ത് കഴിയുന്ന ചില ഔലിയാക്കൾ, എന്താണ് അവരുടെ സ്വഭാവം? മുഹമ്മദുർ റസൂലുള്ളാഹി പറയാണ്, ലൗ അഖ്സമ അലല്ലാഹി ലഅബറാ. അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് അവരൊരു കാര്യമെന്ന് പറഞ്ഞാൽ, സി.എം. വലിയുള്ളാഹി പറയാറുണ്ടായിരുന്നു, അനുഭവിച്ചവർ ഈ സദസ്സിൽ ധാരാളം ഇരിക്കുന്നുണ്ട്. സി.എം. വലിയുള്ളാഹിയുടെ വാക്കിന്റെ ഫലങ്ങള് സി.എം. വലിയുള്ളാഹി പറയാറുണ്ടായിരുന്നു, ആ രോഗം വേണ്ട, നിനക്ക് ഓപ്പറേഷൻ വേണ്ട. പിന്നെ ഓപ്പറേഷൻ വേണ്ടി വരാറില്ല. കാരണം എന്താ? ലൗ അഖ്സമ അലല്ലാഹി ലഅബറാ. അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് ഒരു കാര്യം അങ്ങ് പ്രഖ്യാപിച്ചാൽ അള്ളാഹു അതങ്ങ് നടത്തി കൊടുക്കും. ലൗ അഖ്സമ അലല്ലാഹി ലഅബറാ. ഈ പരിപാടിയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഖദർ നബി അലൈഹിസ്സലാമും ഇവിടെ നടത്തുന്നത് കണ്ടില്ലേ നിങ്ങൾ? നമ്മൾ തീരുമാനിച്ചു പടച്ചോൻ പകരം കൊടുത്തോട്ടെ. എന്ത്? ഇതിനേക്കാൾ നല്ല ഒരു കുട്ടിയെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നിരുന്ന ആശയം, വീട്ടിൽ നമ്മളെ കുട്ടികളും മക്കളും ഒക്കെ നന്നാവാഞ്ഞാല് കുടുംബസമേതം സ്വർഗത്തിൽ കടക്കുന്നതിന് അത് തടസ്സമാകുമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അല്ലാഹു തആല അതിനുള്ള മഹാഭാഗ്യം എനിക്കും നിങ്ങൾക്കും ഈ സ്വർഗത്തിൽ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കടക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകുമാറാവട്ടെ. ഇത് വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ഇന്നലെ പറയണമെന്ന് കരുതിയത്, ആ സമയം പിന്നെ ഇത് പറയാൻ കിട്ടൂല എന്നുള്ളത് കൊണ്ടാണ് ഇന്നത്തേക്ക് നീട്ടിവെച്ചത്. എന്നാൽ ഇന്ന് ഇത് പറയാതെ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഉപകാരപ്പെടുമല്ലോ എന്ന് കരുതിയിട്ട് പറയാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആനന്ദം എന്താ? ഈ ഭൂമിയിലെ ഭാര്യയും ഈ ഭൂമിയിലെ മക്കളും ഇവരൊക്കെ നാളെ സ്വർഗത്തിൽ കുടുംബങ്ങളായി നമ്മുടെ കൂടെ ഒന്നിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. വലിയ ഒരു ഭാഗ്യമാണിത്. നമ്മളെ വാപ്പന്റെയും നമ്മളെ ഉമ്മന്റെയും നമ്മളെ ജ്യേഷ്ഠന്റെയും അനുജന്റെയും ഒക്കെ കൂടെ നമ്മൾ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുക എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള കാര്യമല്ലേ? ആ ഉമ്മയും വാപ്പയും മക്കളും ഒരുമിക്കും. അള്ളാഹു ഖുർആനിൽ പറയുന്നു ഒരുമിക്കും. ഞാൻ പറയുന്നു, രാവിലെ എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പമാരെ മക്കളെയും കൂടെ ഒന്ന് വിളിക്കണം. നിങ്ങൾ വിളിക്കാൻ മറന്നു പോകരുത്. നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് ഓരോ സമയത്തും മക്കളോട് നിസ്കരിച്ചോ എന്ന് ചോദിക്കണം, അവരെ നിസ്കരിപ്പിക്കണം. നിങ്ങൾ മാത്രം സൂറത്തുൽ വാഖിയയും തബാറക്കയും മോദിയാ പോരെ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളെ മക്കളെ കൊണ്ട് മോദിക്കണം, നിങ്ങളുടെ ഭാര്യമാരെ കൊണ്ടോദിക്കണം, നിങ്ങളുടെ ഭർത്താക്കന്മാരെ കൊണ്ടോദിക്കണം. എന്തിനാ ഇത് പറഞ്ഞത്? കുടുംബസമേതം സ്വർഗത്തിൽ ഒന്നിക്കണമെങ്കിൽ ഇത് വേണം. അല്ലെങ്കിൽ നല്ലത് ചെയ്തവർ സ്വർഗത്തിലേക്കും അല്ലാത്തവർ നരകത്തിലേക്കും അങ്ങ് വഴിമാറിപ്പോകും. ഈ സമയത്ത് നമുക്കത് സഹിക്കാനും പൊറുക്കാനും കഴിയുന്നതല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗത്തിൽ നൽകിയ ഏറ്റവും വലിയ സന്തോഷം അതെന്താണ്? പടച്ച റബ്ബിനെ കാണുക എന്നതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ സന്തോഷം, ലിഖാഉല്ലാഹി. അതുകൊണ്ടാണ് പഴയ കാലത്തൊക്കെ ഇങ്ങനെ വഴല് പറയുമ്പോൾ അന്ന് മുതലേ പറയുന്ന ഒരു കാര്യമാണ്, അല്ലാഹുവേ നിന്റെ ലിഖാവ് കണ്ട് ആനന്ദിക്കാൻ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ. അതാണ് ഏറ്റവും വലിയ സന്തോഷം, അല്ലാഹനെ കാണുക എന്നുള്ളത്. കാരണം നമ്മുടെ ജീവിതം മുഴുവൻ നാം സമർപ്പിച്ചത് ആ പടച്ചോന് വേണ്ടിയാണ്. ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ ഞാൻ സർവ്വവും
അർപ്പിച്ച എന്റെ പടച്ച റബ്ബ്, ആ റബ്ബിനെ ഒന്ന് കാണാൻ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവിനോട് വല്ലാത്ത ഇഷ്ടമാണ്. ആ പടച്ചോനൊന്ന് കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണുക എന്നുള്ളത്, പിന്നെ കുടുംബത്തോടൊപ്പം ഒന്നിക്കുക എന്നുള്ളത്, അള്ളാഹു അത് സാധിപ്പിച്ചു തരുമാറാവട്ടെ. എവിടെയാണ് അള്ളാഹു ഇങ്ങനെ സംഗമിക്കുന്നു പറഞ്ഞത്? സംഗമിക്കുന്നു അള്ളാഹു തആല പറയുന്ന സൂറത്തുർ റഅദിൽ, ജന്നാതു അദ്നി യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. സ്വർഗ്ഗത്തിൽ നമ്മൾ ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ ജന്നാതു അദ്നി യദ്ഖുലൂനഹാ, ശാശ്വതമായ സ്വർഗ്ഗത്തിൽ സ്വർഗാവകാശികൾ കടക്കും. സ്വർഗാവകാശികൾ മാത്രമാണോ കിടക്കുന്നത്? അതിലെന്ത് സന്തോഷമുള്ളത്? നമ്മൾ മാത്രം സ്വർഗത്തിലെത്തിയിട്ട് വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം, അവരുടെ മാതാപിതാക്കളിൽ നിന്നും അതുപോലെ തന്നെ അവരുടെ ഇണകളിൽ നിന്നും ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്നും അവരുടെ മക്കളിൽ നിന്നും സാലിഹീങ്ങളായവരെല്ലാവരും അവിടെ വന്നു ചേരും. അത് ഒന്നിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. എന്നിട്ടോ ആ കുടുംബ സദസ്സൊരുക്കിയിട്ട് കുടുംബ സംഗമത്തിൽ സ്വർഗത്തിലെ വിഭവസമൃദ്ധമായ തീന്മേശയ്ക്ക് ചുറ്റും ഇരുന്ന് നമ്മുടെ വാപ്പയുടെ കയ്യിൽ നിന്ന് വല്ലിപ്പയുടെ കയ്യിൽ നിന്ന് സ്വർഗത്തിലെ ആപ്പിൾ വാങ്ങി കഴിക്കുമ്പോൾ, ഉറുമാൻ വാങ്ങി കഴിക്കുമ്പോൾ, മറ്റു പഴങ്ങളും മാംസങ്ങളും മറ്റു ഫുഡുകളും ഒക്കെ വാങ്ങിക്കൊണ്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാ വരുന്നു നമ്മളെ അനുമോദിക്കാൻ. എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായതുകൊണ്ടായില്ല, ആ സുഖ സൗകര്യങ്ങളുടെ പേരിൽ നമ്മളെ അനുമോദിക്കാൻ ആരെങ്കിലുമൊക്കെ വരണം, അപ്പോഴേ സന്തോഷം ഉണ്ടാവുള്ളൂ. അതാ കടന്നു വരുന്നു മലക്കുകൾ. വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. ഞാൻ കഴിഞ്ഞ റമദാൻ പ്രഭാഷണത്തിൽ പറഞ്ഞിരുന്നു ആ അനുമോദനത്തിന്റെ ഹിക്മത്തിനെ കുറിച്ച്. ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല, കാരണം എൻ്റെ മുമ്പിലുള്ള വിഷയം, ആ വിഷയത്തിന്റെ പരപ്പാലോചിച്ചിട്ട് അങ്ങോട്ട് കടക്കുന്നില്ല. ഇവിടെ ഈ വിഷയം മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ വന്നിരിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് ക്ഷമിച്ചതുകൊണ്ടല്ലേ സ്വർഗത്തിലെത്തിയത്. നിങ്ങൾ അല്ലാഹു തുണക്കട്ടെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ശാന്തിയും സമാധാനവും സദാ വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ആ മലക്കുകൾ പറയുകയാണ്, ഫനിഅമ ഉഖ്ബദ്ദാർ, വലിയ വലിയ അമ്പരച്ചുംബികളായ കൊട്ടാരത്തിൽ ജീവിച്ചവരാണ് നിങ്ങൾ. പക്ഷേ അതൊക്കെ എവിടെ? സ്വർഗത്തിൽ നിങ്ങൾക്ക് കിട്ടിയ ഈ അന്തിമ ഭവനത്തിന്റെ ഒരു പുറം തിണ്ണക്ക് വകയുണ്ടോ? നിങ്ങളുടെ അമ്പരച്ചുംബികളായ കൊട്ടാരം മുഴുവൻ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, നീ ഒന്ന് ചിന്തിക്കുക. ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു പാലസ് കാണുമ്പോഴേക്ക് നാം ഞെട്ടിപ്പോകുന്നു. മൈസൂർ പാലസിലൊന്ന് കയറിയിട്ട് അതിങ്ങനെ കാണുമ്പോ പടച്ചവനെ, ഇങ്ങനെയാണെങ്കിൽ സ്വർഗത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആ പാലസ് കണ്ട സമയത്തിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നോക്ക് നിങ്ങൾ, ഈ ഭൂമി ലോകത്ത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത സൗകര്യങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നു. എങ്കില് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു കണ്ണും കാണാത്ത, ഒരു ചെവിയും കേൾക്കാത്ത, ഒരു മനുഷ്യ മനസ്സും ചിന്തിക്കുക പോലും ചെയ്യാത്ത അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ച സ്വർഗീയ ലോകത്തെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്ക്. ഫനിഅമ ഉഖ്ബദ്ദാർ, ഈ അന്തിമ ഭവനം എത്ര ചേലത്ത ഭവനമാണ്, എത്ര സുന്ദരമാണ്, എന്തൊരു നല്ല ഭവനം എന്ന് മാലാഖമാര് വന്നിട്ട് നമ്മളെങ്ങനെ അനുമോദിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ആ സമയത്ത് ചിന്തിക്കണം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, മറന്നുപോകരുത്. പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുമ്പിൽ ഞാനിത് പറയുമ്പോൾ 8 വയസ്സ് പ്രായമുള്ളപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പിതാവ് എന്നെ വിട്ടു പിരിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റേജിലിരിക്കുന്ന പലർക്കും ഇതുപോലെ അവരുടെ പിതാക്കന്മാരും, നിങ്ങൾ സദസ്സിലിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കന്മാരും മാതാക്കന്മാരും അതുപോലെ തന്നെ മക്കളും ഭാര്യമാരും ഭർത്താക്കന്മാരും ഒക്കെ നഷ്ടപ്പെട്ടവരുണ്ടാകും. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ മക്കളെ എൻ്റെ ഉപ്പ കണ്ടിട്ടില്ല, എൻ്റെ ഭാര്യയെ എൻ്റെ ഉപ്പ കണ്ടിട്ടില്ല എങ്കിൽ എൻ്റെ ഭാര്യയെ കാണാൻ, അവിടുത്തെ പേരമക്കളെ കാണാൻ, ആ ഉപ്പയുടെ കൈ കൊണ്ട് സ്വർഗത്തിലെ ആപ്പിൾ വാങ്ങി തിന്നാൻ എൻ്റെ മക്കൾക്ക് വിധിയുണ്ടാകോ? ഇത് ഞാൻ ആലോചിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കേസല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ജീവിതത്തിൽ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? അങ്ങനെ നമ്മളെ വാപ്പന്റെയും ഉമ്മന്റെയും കീഴിൽ നമ്മളെ ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒത്തു കഴിയുന്ന ആ സുഖലോക സ്വർഗത്തിന്റെ സന്തോഷം എത്രയാണ്!
പക്ഷേ നമ്മൾ എഴുന്നേറ്റ് സുബഹി നിസ്കരിച്ച് ഖുർആൻ ഓതിയാ മതിയോ? നമ്മുടെ അയൽ റൂമുകളിൽ കിടന്നുറങ്ങുന്ന, തൊട്ടടുത്തുള്ള റൂമുകളിൽ കിടന്നുറങ്ങുന്ന മക്കളെയും മരുമക്കളെയും ഒക്കെ ഒന്ന് എഴുന്നേൽപ്പിക്കേണ്ട ബാധ്യത നമുക്കില്ലേ? അവരോട് നിസ്കരിക്കാൻ പറയേണ്ട ബാധ്യതയില്ലേ? അതില്ലാത്ത വിധം, അതില്ലാത്ത രൂപമാണ് നമ്മുടെ ജീവിതത്തിലുള്ളതെങ്കിൽ സുഹൃത്തെ, നമുക്ക് ഒരുമിക്കാൻ കഴിയോ? ആ ലോകത്തൊന്ന് ആലോചിച്ച് നോക്ക. എന്നാൽ എത്രത്തോളം എന്നറിയോ നിങ്ങള്? വാപ്പമാര് വലിയ ദറജയിലുള്ള ആളുകളാണ്, വലിയ സൂക്ഷ്മതയുള്ള ആളുകളാണ്, നല്ല തഖ്വയും ഈമാനും ഒക്കെ ഉള്ളവർ. അങ്ങനെ ഈ ചെറുവാടിയിൽ പലർക്കും പ്രതീക്ഷിക്കാൻ വകുപ്പുണ്ട്. വാപ്പക്ക് നല്ല തഖ്വയുണ്ടായിരുന്നു, ആബിദായിരുന്നു, ഒക്കെ ആയിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞു, എഴുമല ഉസ്താദിനെ കുറിച്ച് പറഞ്ഞു. ഇന്നലെ എൻ്റെ നാട്ടിൽ നിന്നൊരു കാരണവര് ഞാനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, ഉസ്താദിനെ കുറിച്ച് ഒരു ചെറിയ ഓർമ്മ. ഞങ്ങളുടെ നാട്ടിൽ ദർസ് നടത്തുമ്പോൾ, ഞാനൊക്കെ ജനിക്കുന്നതിന്റെ മുമ്പാണത്, ആ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രിയിൽ 2 ഇരട്ട കുഞ്ഞുങ്ങള് അവരെ ഖബറടക്കുന്ന സമയത്ത് ഒരു ഖബറിൽ അടക്കം ചെയ്യാൻ പറ്റുമോന്ന് അറിയാൻ പ്രസവിച്ച ഉടനെ മരിച്ചതാ. ആ വിവരമറിയാൻ ഉസ്താദിനോടൊന്ന് ചെന്ന് ചോദിക്കണം. ആർക്കും ധൈര്യമില്ല. കാരണം രാത്രി 2 മണി സമയമാണ്. ആ സമയത്ത് ഉസ്താദിന്റെ റൂമിൽ കയറാനും ചോദിക്കാനും ആരും ധൈര്യപ്പെടുന്നില്ല. ആ സമയത്തെന്റെ പ്രിയപ്പെട്ട സഹോദരാ, കുഴി കുടിക്കുന്ന കുയ്യൻ പറയുന്നു, ഞാൻ പൊയ്ക്കോളാം. അങ്ങനെ വാതിലിക്കൽ ചെന്ന് മുട്ടിയപ്പോഴേക്ക് വാതിൽ തുറന്നു. വാതിൽ തുറന്നു, മുട്ടിയതറിയാതെ വാതിൽ തുറന്നു. തസ്ബീഹ് മാലയുമായിട്ട് തസ്ബീഹ് ചൊല്ലി ഇങ്ങനെ വരുന്നുണ്ട്. നമ്മളൊക്കെ മനസ്സിലാക്കിയത് ഉറങ്ങിയെന്നാണ്. ആ സമയത്തും ആ മനുഷ്യൻ ഉറങ്ങിയിട്ടില്ല. ഉടനെ തന്നെ ഇദ്ദേഹം ചോദിച്ചത്രേ, ഉസ്താദെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്തേ പ്രശ്നമോ? 2 കുട്ടികൾ മരിച്ചു, ഇരട്ട കുഞ്ഞുങ്ങളാണ്, ഒരു ഖബറിൽ അവരെ വെക്കാൻ പറ്റുമോ? ആ വെച്ചോളൂ, ഇടയ്ക്കൊരു പലക വെച്ച് മറച്ചൊക്കെയുണ്ട് എന്ന് മറുപടിയും പറഞ്ഞു. ഉടനെ വാതിലങ്ങടച്ചു. കൂടുതൽ കലാമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദര, വീണ്ടും തസ്ബീഹിന്റെ ലോകത്തേക്ക് കടക്കുന്നു. ഇത്തരം മാതാപിതാക്കൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, നമുക്ക് പലപ്പോഴും ഇത്തരം പ്രതീക്ഷകൾ പലർക്കും ഉണ്ടാവില്ല. എന്നാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മാതാപിതാക്കൾ ചെയ്ത എന്തെങ്കിലും ഒരു ജീവകാരുണ്യ പ്രവർത്തനം കൊണ്ട്, ഒരു പക്ഷേ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് വെള്ളം കൊടുത്തതിന്റെ പേരിൽ, വിശന്നു വലഞ്ഞവന് ഭക്ഷണം കൊടുത്തതിന്റെ പേരില് അല്ലാഹു ഇത്രയും വലിയ ദറജ കണക്കാക്കിയിട്ടുണ്ടാവാം. എല്ലാവർക്കും പ്രതീക്ഷിക്കാൻ അങ്ങനെ ഒന്ന് സംഭവിച്ചെങ്കിൽ ആ മാതാപിതാക്കളുടെ അതേ ഈമാന്, ആദർശം കയ്യിലുണ്ടെങ്കിൽ ആ മാതാപിതാക്കളുടെ കൂടെ മക്കൾക്കും ചേരാം. സൂറത്തു തൂറിൽ അല്ലാഹു പറയുന്നു, വല്ലദീന ആമനൂ വത്തബഅതുഹും ദുർരിയ്യത്തുഹും ബിഈമാൻ. ഇബ്നു കസീർ ഇതിനെ വിശദീകരിക്കുന്നു. വത്തബഅതുഹും ദുർരിയ്യത്തുഹും ബിഈമാൻ, അവരുടെ മക്കൾ ആദർശത്തിൽ അവരെ പിന്തുടർന്നിട്ടുണ്ട്. വഇല്ലം യബ്ലുഗു അമലഹും, അവർ ചെയ്ത കർമ്മത്തിൽ അങ്ങോട്ടെത്തില്ലെങ്കിലും, അമലിന്റെ കാര്യത്തിൽ അങ്ങോട്ടെത്തില്ലെങ്കിലും ആദർശം നേരായിട്ട് വാപ്പ വിളിച്ച മുദ്രാവാക്യവും വാപ്പ പിടിച്ച കൊടിയുമായിട്ട് നടക്കുന്നുണ്ടോ? അല്ലാഹു ഖുർആനിൽ പരിചയപ്പെടുത്തുന്നു, സഹോദരാ, അൽഹഖ്നാ ബിഹിം ദുർരിയ്യത്തഹും. ആ വാപ്പ പറയും, എന്റെ മക്കൾ എവിടെ? സ്വർഗത്തിൽ കടന്നു കിട്ടിയിട്ടുണ്ട് ഈമാനുള്ളത് കൊണ്ട്, കുറെ അമലും ചെയ്തതുകൊണ്ട്, അമൽ ഒരൽപ്പം മുന്നോട്ട് നിന്നതുകൊണ്ട് സ്വർഗത്തിൽ കടന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ദറജയിലേക്ക് ഒരിക്കലും ഉയർത്താൻ പറ്റില്ല എന്ന് പറയുന്ന സമയത്ത് അതിനുള്ള വകുപ്പില്ല എന്ന് പറയുമ്പോ ഈ വാപ്പയും ഉമ്മയും പറയാണ്, പടച്ചവനെ സമ്മതിക്കില്ല, എനിക്ക് എന്റെ ഈ അനുഗ്രഹങ്ങൾ മുഴുവനും ആസ്വദിക്കണമെങ്കിൽ എന്റെ മക്കളും എന്റെ കുട്ടികളും ഇല്ലാതെ എനിക്കിതിലൊരു സന്തോഷവുമില്ല. പള്ള നിറച്ച് തിന്നാണ്ടായിട്ട് കാര്യമുണ്ടോ? ഉമ്മ ജയിലിലാണെങ്കിൽ മക്കൾക്ക് സന്തോഷം ഉണ്ടാവോ? അല്ലെങ്കിൽ മക്കൾ ജയിലിലാണെങ്കിൽ ഉമ്മാക്ക് സന്തോഷം ഉണ്ടാവോ? വാപ്പക്ക് സന്തോഷം ഉണ്ടാവോ? അവിടെയാണ് വിഷയം. എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്റെ മക്കളെ എനിക്ക് കാണണം, അവരോടൊപ്പം ഇത് സന്തോഷം, ഈ വിഭവങ്ങളൊക്കെ അനുഭവിക്കുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ എന്ന് വാപ്പയങ്ങ് പറഞ്ഞാൽ, അമലില്ലെങ്കിലും അൽഹഖ്നാ ബിഹിം ദുർരിയ്യത്തഹും, ഇത് അല്ലാഹുവിന്റെ കലാമാണ്. പടച്ചോനെ, ഞങ്ങൾക്ക് നീ അത്തരം ഒരു അനുഭവം തരണേ അല്ലാ. എത്ര പ്രതീക്ഷയില്ലാത്ത മാതാപിതാക്കളാണെങ്കിലും ഞങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത രൂപത്തിൽ അവരെ നീ ഉയർത്തി, ആത്മീയമായി ഉയർത്തി. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് ആ സ്ഥാനം നീ നൽകണേ റഹ്മാനെ. അൽഹഖ്നാ ബിഹിം ദുർരിയ്യത്തഹും, അവരോടൊപ്പം അവരുടെ മാതാപിതാക്കളെ നാം ചേർത്ത്, അവരുടെ മക്കളെ നാം ചേർത്ത് കൊടുക്കും. എന്നിട്ട് ഖുർആൻ പറയുന്നു, വമാ അലത്നാഹും മിൻ അമലിഹിം ഷൈ വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ഷൈ. ആ സമയത്തും മാതാപിതാക്കളുടെ അമലിൽ നിന്ന് ലവലേശം പോലും മൈനസ് ചെയ്യില്ല, നമ്മൾ ചുരുക്കിക്കളയില്ല. വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ഷൈ. പക്ഷേ ഇത് കേൾക്കുമ്പോൾ കുറേ ആളുകൾക്ക് പ്രതീക്ഷ ഉണ്ടാവും. എന്തായാലും ഉസ്താദ്, എൻ്റെ വാപ്പ നല്ല ഖുർആൻ ഓതിയിരുന്ന ഒരാളായിരുന്നു, എൻ്റെ ഉമ്മ ഖുർആൻ ഓതിയിരുന്ന ഒരാളായിരുന്നു, ഞാൻ എന്തായാലും സ്വർഗത്തിലെത്തും.
ഈ വയലൊക്കെ നിങ്ങൾ എന്ന് പറയണം, അങ്ങനെയുള്ള കുറേ ആളുകളുണ്ടാവും അല്ലേ? വാപ്പാനും ഉമ്മാനെയും പറ്റി നല്ല പ്രതീക്ഷയുള്ള ആളുകൾ. എന്നാ കേട്ടോളൂ, ഇതിന് ചാൻസ് കിട്ടണമെങ്കിൽ സ്വർഗത്തിന്റെ മൂലയിലെത്തണം, അതിന് നമ്മളെ പറ്റണം. സ്വർഗത്തിൽ കയറിയില്ലെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞു, സ്വർഗാവകാശികളുടെ ഏറ്റവും വലിയ അനുഗ്രഹം നരകത്തിൽ കത്തിയെരിയുന്ന ഉറ്റവരെ കുറിച്ചും ഉടയവരെ കുറിച്ചുമുള്ള ഓർമ്മ മറപ്പിച്ചു കളയലാണ്. അങ്ങനെ ഒരു മോനുള്ള ഓർമ്മ ഉണ്ടാവില്ല, അങ്ങനെ ഒരു മോളുള്ള ഓർമ്മ ഉണ്ടാവില്ല. പടച്ചോനെ, അത്തരം മക്കളിൽ ഞങ്ങളെ നീ പെടുത്തരുത് റഹ്മാനെ. അപ്പൊ ഈമാൻ മാത്രം റെഡി ആയിട്ട് കാര്യമില്ല, അമലും വേണം. ഏത് സ്വർഗത്ത് കടക്കാനുള്ള അമല് നമ്മളെ കയ്യിൽ വേണം. കടന്നിട്ട് ദറജ ഉയർത്തുന്ന കാര്യ വാപ്പമാരെ ഏറ്റത് ഒരുമിച്ച് കൂട്ടല്. സൂറത്തുർ റഅദിലാണ് അല്ലാഹു ഈ വാഗ്ദാനം നൽകിയത്. പടച്ച റബ്ബ് പറഞ്ഞ ഓഫർ ലംഘിക്കൂല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അല്ലാഹ് പറഞ്ഞത് പാലിക്കും. ലാ തബ്ദീല ലികലിമാത്തില്ല. നമ്മളെ ഭരണാധികാരികളെ പോലെ ഇലക്ഷൻ വരുമ്പോ ഒന്ന് പറയാ, പിന്നെ അതൊക്കെ കാറ്റിൽ പറത്തിക്കളയാ. ആ വാക്കല്ല അള്ളാന്റെ വാക്കില. തബ്ദീല ലികലിമാത്തില്ല. അള്ളാഹുവിന്റെ വാക്കുകൾക്ക് മാറ്റമില്ല. പറഞ്ഞതുപോലെയാണ്. അങ്ങനെയാണ് ഒരു മഹാൻ അതിന്റെ അർത്ഥം വിശദീകരിച്ചത്. അള്ളാഹുവിന്റെ ഓഫറുകൾക്ക് ലംഘനമില്ല. ലാ തബ്ദീല ലികലിമാത്തില്ല. പറഞ്ഞതുപോലെ ചെയ്യുന്നയാളാണ് പടച്ച റബ്ബ്. അള്ളാഹു ആ കൂട്ടത്തിൽ, അത് ലഭിക്കുന്ന കൂട്ടത്തില് അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ. അപ്പൊ മാതാപിതാക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം നാളെ സ്വർഗത്തിൽ യോജിക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും വെളിച്ചമുള്ളവരായി ജീവിക്കണം. എല്ലാവരും പിടുത്തം വിട്ട് ജീവിച്ചാൽ ആ സ്വർഗത്തിൽ എത്തിക്കിട്ടൂല. എന്റെ പ്രിയപ്പെട്ട സഹോദര, അങ്ങനെ അല്ലാഹു തആല സ്വർഗത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടും. മാപ്പിയും മക്കളും മരുമക്കളും എല്ലാവരും സാലിഹീങ്ങളാണെങ്കിൽ കുടുംബസമേതം സ്വർഗത്തിൽ ഒരുമിക്കാം. ഇനി നമ്മളോട് എപ്പോഴും ദ്വാരക്കാനും പറഞ്ഞു, റബ്ബനാ ഹബിലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. രണ്ട് ലോകത്തും ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം തരണേ, ഞങ്ങളെല്ലാവരും നീ ഒരുമിച്ച് കൂട്ടി തരണേ എന്നൊരർത്ഥം അതിനുണ്ട്. അപ്പൊ നമ്മൾ ദ്വാരക്കുന്ന നിരന്തരം ഈമാനിൽ അടിയുറച്ചു നിൽക്കുന്ന ആദർശം കൈവെടിയാതെ, മാതാപിതാക്കൾ കാണിച്ചു തന്ന ആദർശം കൈവെടിയാതെ. അങ്ങനെയാണ്. എൻ്റെ വാപ്പിയമ്മയൊക്കെ റെഡി തന്നെ ആയിരുന്നു, അതെനിക്കറിയാം. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ വഴിയാ നല്ലത് എന്ന് തോന്നിപ്പോകണ്ട, ഇത് അപകടമാണ്. ഈമാൻ റെഡിയാണോ എൻ്റെ പ്രിയപ്പെട്ട സഹോദര? ഈ വാപ്പയും ഉമ്മയും ഉയർത്തിപ്പിടിച്ച ഈ വാപ്പാന്റെ ഉമ്മാന്റെ ഈമാൻ റെഡിയാണെങ്കിൽ അതിനെ നമ്മൾ അനുധാവനം ചെയ്യുകയാണെങ്കിൽ വാപ്പയുമ്മയും പോയ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റും. വാപ്പയുമ്മയും പോയ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റും, യാതൊരു സംശയവും വേണ്ട. അതിന് കുറെയൊക്കെ അമല് ചെയ്താൽ നമുക്ക് കടന്നു ചെല്ലാൻ കഴിയും. അവരുടെ ശുപാർശയും കൂടെ റെക്കമെൻഡും കൂടെ നമുക്ക് ഉപകരിക്കുമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദര വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. സംശയിക്കണ്ട. കഴിഞ്ഞില്ല. ഇനി നമ്മളെ കുടുംബത്തിൽ രാവിലെ നീ സുബഹി നിസ്കരിക്കുമ്പോൾ നിന്റെ മകനെ വിളിച്ചു, മകളെ വിളിച്ചു, എല്ലാവരും വിളിച്ചുണർത്തി, എല്ലാവരും എഴുന്നേറ്റ് നിസ്കരിക്കുന്നു. എല്ലാവരും ആ വീട്ടിലൊരൽപ്പം ഖുർആൻ ഓതുന്നു. ഈ വീട് നാളെ സ്വർഗത്തിൽ ഈ വീട്ടുകാരെ ഒരുമിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി മലക്കുകൾ നിരന്തരം, ഏതു മലക്കുകൾ? അർശിനെ വഹിക്കുന്ന മലക്കുകൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അർശിനെ വഹിക്കുന്ന മലക്കുകള്. ഇത് വെറുതെ പറയല്ല, നോക്കിക്കോളൂ. സൂറത്തു ഗാഫിറിൽ അല്ലാഹു പറയുന്ന, അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയുഅ്മിനൂന ബിഹി വയസ്തഗ്ഫിറൂൻ للذين آمنوا ربنا وسعت كل شيء رحمة وعلما فاغفر للذين تابوا واتبعوا سبيلك وقهم عذاب الجحيم. മാനുഷികമായി തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടാകും. എന്നാലും മാനുഷികമായി തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്ന ആ ആളുകളും തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങുമ്പോൾ ആ മനുഷ്യരെ കണ്ടിട്ട് അർശിനെ വഹിക്കുന്ന മാലാക്കമാരിങ്ങനെ ദുആ ചെയ്യാണ്. അവർ തസ്ബീഹും തഹ്മീദും ഒക്കെ നടത്തിയിട്ട് അവർ ദ്വാരക്കുന്നു. ആർക്ക്? മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പാപം പുറത്തു കിട്ടാൻ. വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമാ. പടച്ചവനെ, നിന്റെ കാരുണ്യവും നിന്റെ അറിവും എല്ലാ വസ്തുക്കൾക്കും വിശാലമാണല്ലോ. നീ കരുണ ചെയ്യാൻ ആലോചിച്ചാൽ എല്ലാവർക്കും ചെയ്യാം. നീ എല്ലാവരും ചെയ്തു കൂട്ടുന്ന നന്മയും തിന്മയും അറിയുന്നവനാണ് പടച്ചോനെ. അതുകൊണ്ട് ഫഗ്ഫിർ ലില്ലദീന താബു, ഇവർ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളുടെ പേരിൽ അവരെ ശിക്ഷിക്കരുത്. ഫഗ്ഫിർ ലില്ലദീന താബു, തൗബ ചെയ്ത ഈ ടീമിന് നീ പുറത്തു കൊടുക്കണം അല്ലാഹ്. വത്തബഉ സബീലക, എന്നിട്ട് നിന്റെ വഴിയെ അനുധാവനം ചെയ്തവർ.
വഖിഹിം അദാബൽ ജഹീം, അവരെ തൊട്ട് നരകശിക്ഷ നീ കാക്കണേ. ദ്വാരക്കാൻ. എന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തുടരുന്ന സൂറത്ത് ഗാഫിറിന്റെ 8-ാമത്തെ ആയത്ത്, റബ്ബനാ വഅദ്ഖിൽഹും, പടച്ചോനെ ഈ ടീമിനെ നീ കടത്തണേ, ജന്നാത്തി അദ്നിനില്ലത്തി വഅദ്തുഹും, ഇവർക്ക് നീ വാഗ്ദാനം ചെയ്ത സ്വർഗത്തിലെത്തിച്ചു കൊടുക്കണേ, ശാശ്വതമായ സ്വർഗത്തിലെത്തിച്ചു കൊടുക്കണേ. ഇവരെ മാത്രം കടത്തിയാൽ പോരാ, അല്ലാഹു അദ്ഖിൽഹും ജന്നാത്തി അദ്നിനില്ലത്തി വഅദ്തുഹും, ഇവരെ മാത്രം കടത്തൂ എന്ന് പറഞ്ഞു നിർത്തുന്നില്ല. വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നമ്മുടെ വീട്ടിലുള്ള ആരാധനാ കർമ്മങ്ങൾ കാണുമ്പോൾ മലക്കൾ ഇങ്ങനെ നോക്കിയിട്ട് ദ്വാരക്ക, നല്ലൊരു വാപ്പ, നല്ല ഒരു ഉമ്മ, നല്ല മക്കള്, നല്ല മരുമക്കള്, നല്ല പേരക്കുട്ടികള്, പടച്ചോനെ ഇവരെല്ലാം കൂടെ ഈ സ്വർഗത്തിൽ എത്തിച്ചു കൊടുക്കണം, നീ അവർക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗം കൊടുക്കണേ. ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരോട് ഞാൻ ചോദിക്കട്ടെ, അല്ലയോ പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, എന്റെയും നിങ്ങളെയും വീട്ടിലേക്ക് നോക്കിയിട്ട്, എത്ര വീടുകളിലേക്ക് നോക്കിയിട്ട് മലക്കുകൾക്ക് ഇങ്ങനെ ദുആ ചെയ്യാൻ തോന്നും? ഒന്ന് ശരിക്ക് നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കുക. കാരണം ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ നമ്മുടെ വീട്ടിലെ പണി എന്താണെന്ന് ഓർക്കുക, അല്ലേ? ചെകുത്താൻപെട്ടിന്റെ മുമ്പിലല്ലേ? ഈ വീട്ടിലേക്ക് നോക്കിയിട്ട് ദ്വാരക്കോ മലക്കുകള്, റബ്ബനാ വഅദ്ഖിൽഹും ജന്നാത്തി അദ്നില്ലത്തി വഅദ്തഹും വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം എന്ന് ദ്വാരക്കോ? അതിന് ദ്വാരക്കാൻ പറ്റിയ കുടുംബാണോ നമ്മുടെ കുടുംബം? രാവിലെ എഴുന്നേറ്റ് നമ്മൾ മാത്രം സുബഹിസ്കരിച്ചുകൊണ്ട് ഈ ദുആ നമുക്ക് കിട്ടുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, ഒന്ന് നെഞ്ചത്ത് കൈവച്ചാലോചിക്ക. അതുകൊണ്ട് സ്വന്തം വാപ്പനെയും ഉമ്മനെയും ഭാര്യനെയും മക്കളെയും ഒക്കെ സ്വർഗത്തിൽ വേണോ? നിങ്ങള് എന്ന് പറഞ്ഞ ആ ലെവലിൽ നിങ്ങൾ താമസിക്കുന്ന മുഴുവൻ റൂമുകളിലും, നിങ്ങൾ ജീവിക്കുന്ന മുഴുവൻ വീടുകളിലും അള്ളാഹുവിന്റെ ഈമാനിന്റെ വെളിച്ചം, ആ വെളിച്ചം നിങ്ങൾ നിലനിർത്തി പ്രഭ പരത്തുന്ന വിളക്കുമാടങ്ങളായി ജീവിക്കണമെന്ന് ഒറ്റവാക്കിൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. അത്രേ പറയാൻ കഴിയൂ. കാരണം ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരണം. എന്നിട്ട് അല്ലാഹു തആല എന്താ പറയുന്നതെന്നറിയോ? അതിനല്ലാഹു അൻ തുർഫ, അവിടെ തന്നെ വീടുകൾ എന്ന് പറയുമ്പോൾ കെട്ടിപ്പൊക്കാൻ അനുമതിയുള്ള വീടുകൾ, വയുദ്കറ ഫീഹ ഇസ്മുഹു, അതിൽ അല്ലാഹുവിന്റെ നാമം പറയാനോ അനുമതിയുണ്ട്. അതുകൊണ്ടാണ് ഭൂരിപക്ഷം മുഫസ്സിറുകൾ അത് പള്ളികളാണ് എന്ന് പറഞ്ഞത്. പിന്നെ ഇക്രിമ റളിയല്ലാഹുവിന്റെ വീട് എന്ന് പറയുമ്പോൾ ഈ വാക്കിന് ഇക്രിമ റളിയല്ലാഹുവിന് എന്താ അർത്ഥം കൊടുക്കുക? ഇക്രിമ റളിയല്ലാഹുവിന്റെ ഭാഷയിൽ കെട്ടിപ്പൊക്കാൻ അനുമതിയുള്ള വീടുകൾ എന്ന് പറയാൻ കാരണം, പള്ളി മാത്രമല്ല കെട്ടിപ്പൊക്കാൻ അനുമതിയുള്ളത്, വീടുകളും കെട്ടിപ്പൊക്കാവുന്നതാണ്. പക്ഷേ കെട്ടിപ്പൊക്കാൻ അനുമതിയുള്ള വീടുകൾ എന്ന് പറഞ്ഞതിൽ വലിയൊരർത്ഥമുണ്ട്. അതെന്താണ്? ആർഭാടത്തിൽ പടുത്തുയർത്തിയ വീടുകള്, അതിലിഞ്ഞ് വെളിച്ചം നിലനിൽക്കാനില്ല, അത് നേരത്തെ ഇരുട്ടറയാണ്. അതിനല്ലാഹു അൻ തുർഫ, കെട്ടിപ്പൊക്കാൻ അനുമതിയുള്ള വീടുകളിൽ വെളിച്ചം നിലനിർത്തും. ആ വെളിച്ചം നിങ്ങൾക്ക് കാണാൻ കഴിയും. നേരെ മറിച്ച് അള്ളാഹു പറഞ്ഞതിന്റെ അപ്പുറത്ത് വീടുണ്ടാക്കിയവർക്ക് പിന്നെ അവിടെ വെളിച്ചം സ്ഥാപിക്കാൻ കഴിയില്ല. കാലോചിതമായ ഒരു വീട് നോക്ക് നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒരു വിരിപ്പ് നിനക്ക്, ഒരു വിരിപ്പ് നിന്റെ ഭാര്യക്ക്, ഒരു പുതപ്പ് നിന്റെ കുടുംബത്തിന്, ഒരു പുതപ്പ് നിന്റെ അതിഥിക്ക്. ഇത് ഒരു ഭാര്യയും ഭർത്താവും മാത്രമുള്ള അടുത്താണ് പറഞ്ഞത്. മക്കളൊക്കെ ഉണ്ടെങ്കിൽ മക്കൾക്കൊക്കെ ഓരോന്നാവാം. ഒരാണും പെണ്ണും മാത്രം ജീവിക്കുന്ന ഒരു വീട്ടിലെ ആണിനൊന്ന് പെണ്ണിനൊന്ന്. ഇനി എപ്പോഴെങ്കിലും അപ്രതീക്ഷിതമായ ഒരു അതിഥി കടന്നു വന്നാൽ നാലാമത്തെ ഒരു വിരിപ്പവൻ സൂക്ഷിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അത് പിശാചിന് വേണ്ടി ഒരുക്കി വെച്ചതാണെന്ന് പറഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര, നിനക്കും ഭാര്യക്കും ഒരു റൂം സമ്മതിക്കാം, നിന്റെ കുടുംബത്തിന് വേണ്ടി ഒരു റൂം. മക്കൾ പ്രായപൂർത്തിയെത്തുന്ന സമയത്ത് അവരെ വേറിട്ട് കിടത്തണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് എത്ര മക്കളുണ്ടോ ഒരു 4-5 റൂമിലൊക്കെ ഒതുങ്ങട്ടെ. ഈ 10-15 റൂമുകള് വീട്ടിനെടുത്തിടുന്ന ആളുകൾ ചിന്തിക്കുക. അതിൽ ആവശ്യമില്ലാതെ വൻ സൗകര്യങ്ങൾ ഒരുക്കുന്നവർ കരുതുക. എത്ര പിശാചുകൾക്ക് വേണ്ടിയുള്ള റൂമുകളാണ് നമ്മുടെയൊക്കെ വീട്ടിനകത്ത് ഉറങ്ങുന്നത് എന്ന് ആലോചിക്കുന്നത് നല്ലതാ കൂട്ടത്തില്, അല്ലേ? സാഹചര്യത്തിനനുസരിച്ച് കാലോചിതമായി ഓരോന്നിലും ചില മാറ്റങ്ങൾ ഉണ്ടാകും, അങ്ങനെയൊക്കെ ആവാം. അതിന്റെ അപ്പുറത്തേക്ക് വെറുതെ ആർഭാടപൂർണമായി 3 തട്ട, അതിൽ എത്ര റൂമുകളാണ്? ഓരോരുത്തർക്കും അനുസരിച്ചാണ് വീടും കാര്യമൊക്കെ. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്, വലിയ ഒരാളാണെങ്കിൽ, കുറെ ആളുകൾ വരാനും പോകാനും ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് ഒരു അത്യാവശ്യം വലിപ്പമുള്ള വീടാവാം. അയാളുടെ വീടിന്റെ മതിൽ കുത്താം, ആ മതിലിൽ ഡെക്കറേഷൻ വർക്ക് ചെയ്യാം. അതൊക്കെ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്ത് ആവശ്യമില്ലാതെ
പണമെറിയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ചിന്തിക്കണം, എങ്ങോട്ടാണ് ഈ പോക്ക് എന്നുള്ളത് ആലോചിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, മറന്നു പോകണ്ട. ആ വീടുകളിൽ അള്ളാഹുവിന്റെ നാമം പറയാൻ അള്ളാഹുവിന്റെ അനുമതിയുണ്ട്. ഉറപ്പല്ലേ? മുസ്ലിമീങ്ങളുടെ ഒരു അന്തസ്സാണത്. മുസ്ലിമീങ്ങൾക്ക് പള്ളി മാത്രം വേണമെന്നില്ല ആരാധിക്കാൻ. സ്വന്തം വീട്ടുകളിൽ വെച്ചും അള്ളാഹുവിന് ദിക്ർ ചെല്ലാം, സുന്നത്ത് നിസ്കരിക്കാം, ഒരുപാട് സംഗതികൾ വീട്ടിനകത്ത് വെച്ചും ചെയ്യാനുണ്ട്. എവിടെ, അതായത് മുസ്ലിം എവിടെ താമസിക്കുന്നുണ്ടോ അവിടെയൊക്കെ നൂറുൽ ഈമാൻ ഉണ്ടാവും. ഇതാ നമ്മൾ ഇന്നലെ പറഞ്ഞത്, പ്രഭ പരത്തുന്ന വിളക്കുമാടങ്ങളാണ് വിശ്വാസികൾ. അതിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ പറഞ്ഞിട്ട് തന്നെ നമ്മളത് വിശദീകരിച്ചു. ഇനി ഞാൻ അതിലേക്ക് കടന്നു വരുന്നില്ല. എന്താണ് ആ വീടുകളുടെ പ്രത്യേകത? ആ വീടുകളിൽ പടച്ച റബ്ബിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കും, റബ്ബിന് വേണ്ടി തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കും. ബിൽ ഉദുവി വൽ ആസാൽ, രാവിലെയും വൈകുന്നേരവും. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, പ്രഭാതത്തിലും പ്രദോഷത്തിലും എന്ന് പറഞ്ഞത് രണ്ട് ധ്രുവങ്ങൾ പറഞ്ഞിട്ട് മുഴുവനും ഉദ്ദേശിക്കപ്പെടുകയാണ്. അവിടെ രണ്ടറ്റങ്ങൾ പറഞ്ഞ് മശ്രിഖ് മഗ്രിബ് വരെ. മശ്രിഖും മഗ്രിബും എൻ്റെ അധീനത്തിലാണെന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ എൻ്റെ അധീനത്തിലാണെന്ന അതിൻ്റെ അർത്ഥം. എന്നതുപോലെ ബിൽ ഗുദുവി വൽ ആസാൽ എന്നതിന് ഒന്നും കൂടെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അതിൻ്റെ ഉദ്ദേശ്യാർത്ഥം പറയുകയാണെങ്കിൽ രാവും പകലും എന്നാ. രാവും പകലും ആ വീടുകളിൽ അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവി വൽ ആസാൽ. കക്കൂസിൽ കടക്കുമ്പോഴുള്ള ദിക്ർ, കക്കൂസിൽ നിന്ന് പുറത്തു വരുമ്പോഴുള്ള ദിക്ർ, ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുമ്പോഴുള്ള ദിക്ർ, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലുള്ള ദിക്ർ, ഇങ്ങനെ തുടങ്ങിയിട്ട് വസ്ത്രം ധരിക്കുമ്പോൾ ചെല്ലാനുള്ളത്, വസ്ത്രം അഴിക്കുമ്പോൾ, അതുപോലെ തന്നെ ചെരുപ്പ് ധരിക്കുമ്പോൾ, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അവിടെ ഇങ്ങനെ നിലനിൽക്കുകയാണ്. അവന്റെ വീട്ടിൽ എപ്പോഴും ഈമാനിന്റെ വെളിച്ചം നിലനിൽക്കും. ആ വീട്ടിൽ രാവും പകലും അള്ളാഹുവിന് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്നു. ആരാണ് അള്ളാഹുവിന് വേണ്ടി തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവി വൽ ആസ്വാൽ റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. അതേ, വ്യവസായങ്ങളും കച്ചവടങ്ങളും അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ടും ഇഖാമിസ് സ്വലാത്തി, നിസ്കാരം നിലനിർത്തുന്നതിനെ തൊട്ടും ഈതാഇ സകാത്തി, സകാത്ത് കൊടുക്കുന്നതിനെ തൊട്ടും തിരിച്ചു കളയാത്ത ഈ ഷോലൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ബിസിനസ്സും ഏർപ്പാടും ഒക്കെ ഉണ്ടായാലും നിസ്കാരം മുടങ്ങൂല, ദിക്റുള്ള മുടങ്ങൂല, ഈതാഉ സകാത്ത് മുടങ്ങൂല എന്ന് പറഞ്ഞാൽ ശാരീരികവും സാമ്പത്തികവുമായ മുഴുവൻ ആരാധനയും ചെയ്യും. അതാവ ഇഖാമിസ് സ്വലാവ ഈതാഇ സകാ, അതൊക്കെ അത് രണ്ടിനെയും പ്രതിനിധാനം ചെയ്യുന്ന ശബ്ദം മാത്രമാണ്. എന്നിട്ട് അവിടെയും കഴിയുന്നില്ല, ദിക്റുള്ള 24 മണിക്കൂറും അവിടെ ഉണ്ടാവും. ഇതിനെ തൊട്ടൊന്നും ബിസിനസ്സുകളോ ഏർപ്പാടുകളോ ജോലി തിരക്കുകളോ ഒന്നും ആ വീട്ടിലെ ജനങ്ങളെ തിരിച്ചു കളയുകയില്ല. പള്ളി എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് പറയുമ്പോൾ റിജാലുൻ എന്ന് പറഞ്ഞതിന് പുരുഷന്മാരെന്നൊരു പ്രത്യേക ശബ്ദവും കൂടെ അവിടെ കൊടുത്തതിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. അല്ലെങ്കിൽ ആണും പെണ്ണും എല്ലാവരും ആ ശബ്ദത്തിൽ പെടുന്നുണ്ട്. പെണ്ണു പള്ളിയിലേക്ക് പോവേണ്ടവളല്ല എന്നും മിനിയാദത്തെ പ്രസംഗത്തിൽ വേറെ തെളിവുകളെ കൊണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് വരേണ്ടതില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളുടെ അവസ്ഥയെങ്കിൽ ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു അൻഹു, ആ അബൂദർദാ റളിയല്ലാഹു അൻഹു വലിയ ബിസിനസ്സുകാരനായിരുന്നു. ആ അബൂദർദാ റളിയല്ലാഹു അൻഹു വലിയ ബിംബാരാധകനുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ബിംബാരാധനയെ തൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, അത് യുക്തിപത്രമല്ല, അതിലുള്ള യുക്തിരാഹിത്യം അയാൾക്ക് മനസ്സിലാക്കി കൊടുത്തതിൽ നിന്ന് പിന്മാറ്റി. അങ്ങനെ അദ്ദേഹം ഈമാനിലേക്ക് വന്നു. വലിയ കഥയാണ്. അതിനുശേഷം അദ്ദേഹം അതാ നഷ്ടപ്പെട്ട കാലഘട്ടങ്ങൾ അത് വീണ്ടെടുക്കാൻ വേണ്ടി ശ്രമിച്ചു. കച്ചവടം അങ്ങോട്ട് ഉയർന്നു. മൂമിനായതിന്റെ ശേഷം കച്ചവടം അങ്ങോട്ട് ഉയർന്നു, വല്ലാത്ത വരുമാനം. അപ്പൊ മഹാനവറുകൾ രണ്ട് കൈകൊണ്ടും ദുനിയാവിനെ തട്ടിമാറ്റി, വേണ്ട 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 വേണ്ട, പൊയ്ക്കോ പൊയ്ക്കോ എന്ന് പറഞ്ഞു. ആ സമയത്ത് വലിയ ലെവലിലെത്തിയിരുന്ന ആള് എല്ലാം ഒഴിവാക്കി അതാ കഷ്ടിച്ച് ജീവിതം തള്ളി നീക്കാനുള്ള ഒരു ചെറിയ ഏർപ്പാടിലേക്ക് മാത്രം ചുരുങ്ങിയപ്പം അതാ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ വന്നിട്ട് ബഹുമാനപ്പെട്ടവരോടൊരു ചോദ്യം ചോദിച്ചു. അല്ല അബൂദർദാ,
അള്ളാഹു ഇത്രയും അധികം അനുഗ്രഹങ്ങൾ തന്നപ്പോൾ അതൊന്നും വേണ്ടാന്ന് കരുതി വെറും വിഭാഗത്തിന് വേണ്ടി മുറിഞ്ഞിറങ്ങാൻ കാരണം എന്താണ്? അബൂദർദാഇന്റെ മറുപടി, മാ യസുറുനി അൻ അഖൂമ അല ദറജി മിൻ ബാബിൽ മസ്ജിദ്. മദീനത്തെ പള്ളിയുടെ വാതിൽ പടിക്കല്, എനിക്ക് ആ വാതിൽ പടിക്കൽ ഞാൻ ഇങ്ങനെ നിന്നിട്ട് ഞാൻ കച്ചവടം നടത്തുകയാണ്. എനിക്ക് പൊരിഞ്ഞ കച്ചവടാണ്. എവിടെ? മദീന പള്ളിയുടെ വാതിൽ പടിയിൽ. എന്നിട്ട് വിറ്റിട്ടും വാങ്ങിയിട്ടും എനിക്ക് ദിവസം 300 ദിർഹംസ് ലാഭം ഉണ്ടാകും. അതേ മസ്ജിദുന്നബവിയിൽ വെച്ച് തന്നെ എനിക്ക് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ കൂടെ 5 നേരവും നിസ്കാരത്തിന് പങ്കെടുക്കും ചെയ്യാം. കാരണം വാതിൽ പഠിക്കലാണല്ലോ പീടിക, കച്ചവടം. അതുകൊണ്ട് നിസ്കാരം മുടങ്ങൂല, കച്ചവടം നടക്കും ചെയ്യും. ഇങ്ങനെയാണെങ്കിൽ പോലും എനിക്കത് സന്തോഷമില്ല എന്ന് പറഞ്ഞപ്പോൾ കേട്ടു നിൽക്കുന്നയാൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് അബൂദർദാ നിങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം? അപ്പൊ അബൂദർദാ, ഇങ്ങനെ ഒരാൾ ചെയ്യാണെങ്കിൽ അയാളെ വിമർശിക്കരുതല്ലോ. ആവശ്യമുള്ള സമയത്ത് ബിസിനസ് നടത്തിയിട്ട് ഹലാലായ ബിസിനസ്സിലൂടെ സമ്പാദിക്കണം. പ്രത്യേകിച്ച് ഞാൻ പറയുന്ന ഇന്നത്തെ മുതലാളിമാര്, ദീനിന് സഹായിക്കുന്ന മുതലാളിമാര് ധാരാളം കാശുണ്ടാക്കണം. പക്ഷേ ഉണ്ടാക്കുന്ന വഴി ഹലാലായിരിക്കണം എന്ന് നിർബന്ധമുണ്ടാവട്ടെ. ഹലാലായിട്ട് എത്രയും സമ്പാദിക്കാം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ധാരാളം സമ്പാദിച്ചിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വഫാത്തായതിന്റെ ശേഷം അവിടുത്തെ അനന്തര സ്വത്ത് വീതിക്കുമ്പോ അവിടുന്ന് ബാക്കി വെച്ചിരുന്ന സ്വർണ്ണക്കട്ടികളും വെള്ളിക്കട്ടികളും വെട്ടിപ്പൊളിച്ച് അനന്തരാവകാശികൾക്ക് 4 ഭാര്യമാരിലെ മക്കൾക്ക് വീതിച്ചു കൊടുക്കാൻ വേണ്ടി അത് മഴുകൊണ്ടത് കൊത്തിപ്പൊട്ടിച്ചിട്ട് ആ കൊത്തിയിരുന്ന ആളുടെ കൈ പൊട്ടിയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ഇതെന്താ, വിറക് കൊത്തിയിട്ട് പൊട്ടിയതല്ല കയ്യ്, പിന്നെയോ എന്താണിത്? ഇത് വിറക് കൊത്തിയിട്ട് പൊട്ടിയതല്ല, മറിച്ച് സ്വർണവും വെള്ളിയും കൊത്തിപ്പൊളിച്ചിട്ട് കൈ പൊട്ടി എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തുമ്പോ എത്രയായിരുന്നു അവിടുത്തെ സമ്പത്ത്? ഉണ്ടാവാം. പക്ഷേ അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇങ്ങനെ ആർക്കും സംശയം തോന്നിപ്പോകരുതല്ലോ. അബൂദർദാ പറഞ്ഞു, മാ അഖൂലു ഇന്നല്ലാഹ ഹറമൽ ബൈഅ, ഞാൻ ഒരിക്കലും പറയുന്നില്ല അല്ലാഹ് കച്ചവടം ഹറാമാക്കിയിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല ട്ടോ.